നമസ്കാരം, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് ലിയോ എൻ്റെ 2025 റീഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ 12 മന്ത്സ് നോക്കും. അതുകൂടാതെ ലവ്, ഹാപ്പിനെസ്, മാരേജ്, സക്സസ്, വെൽത്ത്, കരിയർ ഈ ഫീൽഡ്സ് എങ്ങനെയുണ്ടെന്ന് നോക്കുമായിരിക്കും. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസ്ട്രേറ്റ് ചെയ്യണമെന്നില്ല. ലിയോ കാർഡ് 2025 റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ജാനുവരി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ലിയോ കാർക്ക് ജാനുവരി റീഡിംഗ് എങ്ങനെയായിരിക്കും? ജാനുവരി നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് ന്യൂസ് ഓഫ് എ ബർത്ത് ഓർ എ ന്യൂ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ നിങ്ങൾക്ക് ജാനുവരിയിൽ ലിയോക്കാർക്ക് ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊരു നല്ല സമയമാണ്. എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും പുതിയൊരു കാര്യം തുടങ്ങാനായിട്ട്, എന്തെങ്കിലും പുതിയൊരു കാര്യം ആരംഭിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയോ അല്ലെങ്കിൽ ഒരു കോഴ്സ് പഠിക്കാൻ ചേരാനോ എല്ലാം നല്ലൊരു സമയമാണ് ജാനുവരി. ഇനി ഫെബ്രുവരി റീഡിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ലിയോക്കാരുടെ ഫെബ്രുവരി ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യണമെന്നില്ല. ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് സ്ട്രോങ് ഇമോഷൻസ്, പാഷനേറ്റ്, ലവ് ഓർ ഹെയ്റ്റ് ആണ്, ഫയർ. അപ്പോൾ നിങ്ങൾക്ക് ഫെബ്രുവരി എന്ന് പറയുന്നത് ഒരു പാഷൻ്റെ മന്തായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്ത് കാര്യം പാഷനേറ്റ് ആയിട്ട് ചെയ്താലും അത് വളരെ നല്ലൊരു റിസൾട്ട് തരുന്ന സാഹചര്യമാണ് കാണിക്കുന്നത്. അതുകൂടാതെ ആരെങ്കിലും ലവ് റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്കും പറ്റിയൊരു സമയമായിട്ടാണ് കാണിക്കുന്നത്. ലവ് റിലേഷൻഷിപ്പിൽ പോകാൻ ആഗ്രഹിക്കുന്ന ലിയോക്കാർക്ക് ഫെബ്രുവരി മന്ത് വളരെ നല്ല സമയമായിട്ടാണ് കാണിക്കുന്നത്. മാർച്ചിൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. മാർച്ചിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് സെലിബ്രേഷൻ, ഫൺ ആൻഡ് എൻജോയ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സെലിബ്രേഷനോ ഫണ്ണോ എൻജോയ്മെൻറ്റോ, ഒരു കാര്യം സെലിബ്രേറ്റ് ചെയ്യാൻ ഫൺ, എന്തെങ്കിലും സന്തോഷം, നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും സെലിബ്രേഷൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ഗ്രൂപ്പ്സായിട്ടുള്ള സെലിബ്രേഷൻസ് ആണ് എന്തെങ്കിലും വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഇനി ഏപ്രിൽ എങ്ങനെയുണ്ടാവും നോക്കാം. ലിയോ ഏപ്രിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് പീക്കോക്ക് എന്നൊരു കാർഡാണ്. പീക്കോക്ക് എന്ന് പറയുമ്പോൾ ഇതിൽ പറയുന്നത് വെച്ചാൽ അവെയർ ഓഫ് ഗ്രേറ്റ് പ്രൈഡ്. അതിൽ ആ കാര്യം മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കുറേ പൈസ കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ഏപ്രിലിൽ. പക്ഷേ പ്രൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ പൈസ കിട്ടിയതിൽ അഹങ്കരിക്കാൻ പാടില്ല എന്നുള്ളൊരു മെസ്സേജും കൂടി കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്. അതാണ് ഏപ്രിലിൽ കിട്ടുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയമായിട്ട് കാണിക്കുന്നു. എസ്പെഷ്യലി ഫോർ ഫൈനാൻഷ്യൽ ഗെയിൻസിന് വളരെ നല്ല സമയമാണ് ഏപ്രിൽ ലിയോക്കാർക്ക്. ഇനി മെയ് എങ്ങനെ ഉണ്ടാവും നോക്കാം. ലിയോ മെയ് 2025. സംതിങ് ഇമ്പോർട്ടൻറ്റ് സച്ച് ആസ് എ ന്യൂ ജോബ് ഓർ റേസ്. അപ്പോൾ ചില ആളുകൾക്ക് ജാനുവരിയിൽ ജോലി കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്, ചിലർക്ക് മെയിലാണ് സാധ്യത കാണിക്കുന്നത്. കാരണം നമ്മൾ മാർച്ച് വരുമ്പോഴത്തേക്കും സാറ്റേണിൻ്റെ പൈസീസിലേക്കുള്ള ട്രാൻസിറ്റ് നടക്കുമല്ലോ. അപ്പോൾ അതിന് ശേഷം കുറേ ആളുകൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നു. നിങ്ങൾ വർഷങ്ങളായിട്ട് ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ആ ജോലി കിട്ടാനുള്ള സാധ്യത മെയിലും അതുപോലെ തന്നെ ചിലർക്കാണെങ്കിൽ ജാനുവരിയിലും കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ജൂൺ എങ്ങനെ ഉണ്ടാവും നോക്കാം. ജൂൺ ഫോർ ലിയോ 2025 നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്ലെൻറ്റി ഓഫ് മെറ്റീരിയൽ തിങ്സ് ആണ്. അതായത് മെറ്റീരിയൽ തിങ്സ് പറയുമ്പോൾ മണി അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ വെഹിക്കിൾസ് എന്തും ആകാം. പ്ലെൻറ്റി ഓഫ് മെറ്റീരിയൽ തിങ്സ് കിട്ടാനുള്ള സാധ്യതയാണ് ജൂണിൽ കാണിക്കുന്നത്. ഇനി ജൂലൈയിൽ നമ്മുടെ റീഡിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ജൂലൈ ലിയോ 2025 റീഡിങ്. ജൂലൈയിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കോയിൻസ് ആണ്. മണി വിൽ ബി കമ്മിങ് ടു യു. അപ്പം 2025 ലിയോയ്ക്ക് എനിക്ക് ജനറലായിട്ട് കാണാൻ സാധിക്കുന്ന മണി വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഫൈനാൻഷ്യലി നിങ്ങൾ വളരെ നല്ലൊരു വർഷമായിരിക്കും. ഫൈനാൻഷ്യലി നിങ്ങൾക്ക് കുറേ മാസങ്ങളിൽ മണി വരാനുള്ള സാധ്യത കാണിക്കുന്നത്. അതായത് ഏപ്രിലിൽ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മെയിലും കാണിക്കുന്നുണ്ട്, ജൂണിൽ ജൂലൈയിലെല്ലാം നിങ്ങളുടെ മണി പോസിബിലിറ്റി വളരെ നന്നായിട്ടാണ് കാണിക്കുന്നത്. മണിക്ക് വളരെ നല്ലൊരു സമയം തന്നെ, ഫൈനാൻഷ്യൽ ഗെയിൻസ് പറ്റിയൊരു സമയമാണ് 2025 ജനറലായിട്ട് പറയുകയാണെങ്കിൽ. ഇനി ഓഗസ്റ്റ് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഓഗസ്റ്റിൽ നിങ്ങൾക്ക് ഹിഡൻ സീക്രറ്റ്സ് ക്യാൻ ഹാം യു എന്നുള്ള കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങൾ എന്തെങ്കിലും സീക്രറ്റ്സ് ഇത്ര നല്ലതായിട്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ആ സീക്രറ്റ്സ് നിങ്ങൾക്ക് എതിരെ തന്നെ പ്രവർത്തിക്കാൻ, ആരെങ്കിലും ആ നിങ്ങളുടെ സീക്രറ്റ്സ് പുറത്തോട്ട് കൊണ്ടുവന്ന് അവർ നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനുള്ളൊരു സാധ്യതയാണ് ഓഗസ്റ്റിൽ കാണിക്കുന്നത്. അതുകൊണ്ട് ഓഗസ്റ്റ് മന്തിൽ ലിയോക്കാർ കുറച്ച് കരുതിയിരിക്കണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി സെപ്റ്റംബറിൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. സെപ്റ്റംബറിൽ ഒരു സീക്രട്ട് അഡ്മയറർ നിങ്ങളെ മീറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. സെപ്റ്റംബറിൽ വേസ് എന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതുകൂടാതെ എനിക്ക് വേറൊരു മെസ്സേജ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഫ്ലവേഴ്സ്
നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും ഒരു സീക്രട്ട് അഡ്മയർ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി നിങ്ങൾക്കൊരു ലവ് പ്രപ്പോസൽ കൊണ്ടുവരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഫെബ്രുവരിയിലും കാണുന്നുണ്ട്, ചിലർക്ക് സെപ്റ്റംബറിലും കാണുന്നുണ്ട്. ഒരു പ്രപ്പോസൽ ഇപ്പോൾ നിങ്ങൾ മാരേജിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രപ്പോസൽ വരാൻ, അല്ലെങ്കിൽ തിങ്കളായിട്ടുള്ളവർക്കൊരു ലവ് പ്രപ്പോസൽ വരാനുള്ള സാധ്യതയോ അങ്ങനെ ഒരു സാധ്യത സെപ്റ്റംബറിൽ കാണിക്കുന്നുണ്ട് ലിയോ 2025 റീഡിങ്ങിൽ. ഇനി ഒക്ടോബറിൽ നമുക്ക് എന്താണെന്ന് നോക്കാം. ഒക്ടോബറിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഫിൽ കാർഡാണ്. ഗെറ്റ് ബാക്ക് ടു ദ ബേസിക്സ് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ കാര്യത്തിൻ്റെ ബേസിക്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രം ആ കാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വർഷം പൊതുവെ നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയം തന്നെയാണ് കാണിക്കുന്നത്. അത്ര നെഗറ്റീവ്സ് ഒന്നും കാണിക്കുന്നില്ല ലിയോക്കാർക്ക്. നമുക്ക് നവംബറും ഡിസംബറും എങ്ങനെയാണെന്ന് നോക്കാം. നവംബറിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് നീഡിൽ ആൻഡ് ത്രെഡാണ്. സിൻസിയർ വിഷ് വിൽ ബി ഗ്രാൻഡ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ആഗ്രഹിക്കുന്ന, പല വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും എന്നുള്ളതാണ് നമുക്ക് നവംബറിൽ പറയാൻ പറ്റുക. വളരെ വർഷങ്ങളായിട്ട് നിങ്ങളൊരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ആഗ്രഹിക്കുകയാണെങ്കിൽ ആ കാര്യം നടക്കാനുള്ളൊരു സാധ്യതയാണ് നവംബറിൽ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇനി ഡിസംബറിൽ എന്താണെന്ന് നോക്കാം. ഡിസംബറിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള മന്തും ഡിസംബർ മാത്രമാണ് എനിക്ക് തോന്നുന്നു. മേജർ ചാലഞ്ച് ടു ഓവർകം ഡിസംബറിൽ ഉണ്ടാവും. ഓവറോൾ നമുക്ക് 2025 ലിയോക്കാർക്ക് എനിക്ക് ഫൈനാൻഷ്യൽ ഗെയിൻസ് വളരെ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ സെപ്റ്റംബറിലും ചിലർക്കാണെങ്കിൽ ഫെബ്രുവരിയിലും വരാനുള്ള സാധ്യതയുണ്ട്. എന്നാലും നമുക്ക് പിന്നെ സിൻസിയർ വിഷ് ഗ്രാൻഡ് ചെയ്യാനുള്ളൊരു സമയം കാണിക്കുന്നുണ്ട് നവംബറിൽ. നമുക്ക് എന്നാലും ഒരു റീഡിങ് ഒന്നുകൂടി ചെയ്യാം. നിങ്ങളുടെ ഹാപ്പിനെസ് ലെവൽ എങ്ങനെയാണ്, നിങ്ങളുടെ കരിയർ എങ്ങനെയാണ്, സക്സസ്, വെൽത്ത്, മാരേജ് ജനറലായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നിങ്ങളുടെ വെൽത്ത് നിങ്ങൾക്ക് വളരെയധികം നല്ല സമയമായിട്ടാണ് കാണിക്കുന്നത്. എന്നാലും ഒരു കാർഡ് കൂടി എടുക്കാം കൺഫർമേഷന് വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് വെൽത്തിൽ പറ്റി കിട്ടിയിരിക്കുന്ന വളരെ നല്ല കാർഡുകൾ തന്നെയാണ്. കോയിൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മണി വിൽ ബി കമ്മിങ് ടു യു എന്ന് പറയുന്നു. അതുകൂടാതെ നിങ്ങൾക്ക് വേറൊരു വെൽത്തിനെ പറ്റി കിട്ടിയിരിക്കുന്നത് ഫെദർ എന്നൊരു കാർഡാണ്. സമ്മൺ യു നോ ഈസ് അൺഡിപ്പെൻഡബിൾ ആൻഡ് ഇൻസിൻസിയർ. ഈ വർഷം നിങ്ങളുടെ മണിയിൽ ആരെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് കുറേ പൈസ, പക്ഷെ ആരെങ്കിലും ചീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആ ഒരു മെസ്സേജിലൂടെ കിട്ടുന്നുണ്ട് മണിയിൽ. ആരെങ്കിലും നിങ്ങളുടെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ലോണായിട്ട് ചോദിക്കുക, അപ്പോൾ നിങ്ങളത് കൊടുക്കുക, അങ്ങനെ ചീറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത, തിരിച്ച് തരാതിരിക്കുക, അപ്പോൾ ചീറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് വെൽത്തിനെ പറ്റി നിങ്ങൾക്ക് പറയാൻ പറ്റുക. ഇനി കരിയർ എങ്ങനെ ഉണ്ടാവും നോക്കാം. കരിയർ, ലിയോക്കാരുടെ കരിയർ ഇൻ ജനറൽ. കരിയറിനും ലവിനുമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് റൊമാൻസ് ഈസ് ഇൻ ദ എയർ ആണ്. ഈ കരിയറിനും ലവിനും മാരേജിനുമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കരിയർ ഇതിൻ്റെ ഒരു സാധ്യത നമുക്ക് ഇങ്ങനെ പറയാം. നിങ്ങൾ കരിയറിൽ, അതായത് നിങ്ങളുടെ ജോബിൽ ആ വർക്ക് പ്ലേസിൽ ആരെങ്കിലും മീറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത കാണിക്കുന്നുണ്ട്. വർക്ക് പ്ലേസിൽ ആരെങ്കിലും മീറ്റ് ചെയ്തിട്ട് ആ വർക്ക് പ്ലേസിൽ ഒരു ലവ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സാധ്യത കാണിക്കുന്നുണ്ട്. ഒരു കാർഡ് കൂടി നമുക്ക് കൺഫർമേഷന് വേണ്ടിയിട്ട് എടുക്കാം കരിയറിന് വേണ്ടിയിട്ട്. ഹാപ്പിനെസ് ആണ് കാണിക്കുന്നത് കരിയർ വളരെ നല്ല രീതിയിൽ തന്നെ പോകാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. അതുകൂടാതെ കരിയർ വർക്ക് പ്ലേസിൽ നിങ്ങൾ ആരെങ്കിലും മീറ്റ് ചെയ്തിട്ട് ഒരു പോസിബിലിറ്റി, അതായത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലേക്ക് കടക്കാനുള്ളൊരു പോസിബിലിറ്റി കാണിക്കുന്നു. ഇനി നിങ്ങളുടെ ഓവറോൾ സക്സസ് എങ്ങനെ ഉണ്ടാവും നോക്കും. സക്സസ്സും ഹാപ്പിനെസ്സും ഓൾമോസ്റ്റ് നല്ല കാർഡുകൾ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. സക്സസിനും ഹാപ്പിനെസ്സിനും നമുക്ക് 2 കാർഡുകൾ കിട്ടിയിട്ടുണ്ട്. സക്സസ് അഷ്യൂർഡ് വിത്ത് ഗുഡ് പ്ലാൻസ് ആൻഡ് ഹാർഡ് വർക്ക്. ഇതാണ് ആദ്യത്തെ കാർഡ്. നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സക്സസ് അഷ്യൂർഡ് ആണ്. നിങ്ങളുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ നേരത്തെ പോലെ മണി വരാനുള്ള സാധ്യത കാണിക്കുന്നത് ലിയോക്കാർക്ക്. അപ്പോൾ മണി പ്രോപ്പർട്ടി ത്രൂ ആൻ ഇൻഹെറിറ്റൻസ്, വിന്നിങ് ഓർ വിൻഫോൾ. അപ്പോൾ മണിക്കും ഓൾമോസ്റ്റ് നല്ല കാർഡുകൾ തന്നെയാണ് എല്ലാ മാസം കിട്ടിയിരിക്കുന്നത്. ആകെ കൂടി ഒരു പ്രശ്നമുള്ള ഇതായിട്ട് കിട്ടിയിരിക്കുന്നത് ഡിസംബറിൽ മാത്രമാണ്. ബാക്കി എല്ലാ മന്തും ഓൾമോസ്റ്റ് നല്ല മന്ത്സ് തന്നെയാണ്. പിന്നെ നിങ്ങൾ മണി വരാനുള്ള സാധ്യതയുണ്ട്, സക്സസ് നല്ല രീതിയിലുണ്ടാവും. പിന്നെ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ആരെങ്കിലും മീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ സിൻസിയർ വിഷ് ഗ്രാൻഡ് ആവും. പക്ഷേ ആകെ കൂടി ഒരു പ്രശ്നം കാണിക്കുന്നത് ഡിസംബറിൽ മാത്രമാണ് 2025. അപ്പോൾ ഒരു മേജർ ഒബ്സ്റ്റക്കിൾ പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാവർക്കും പ്രശ്നമായിട്ട് ചെയ്യണമെന്നില്ല, ജനറൽ റീഡിംഗ് ആണ്.
അപ്പോൾ എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത സോഡിയാക് സൈൻ്റെ റീഡിങ്ങുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.